വെൽക്കം ടു പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5-ാമത്തെ അധ്യായമായ ഓർഗനൈസിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഓർഗനൈസിങ്ങിൻ്റെ 2-ാമത്തെ വീഡിയോ ആണ്. ഈ അധ്യായത്തിലെ 1-ാമത്തെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓർഗനൈസിങ്, ഓർഗനൈസിങ്ങിൻ്റെ അർത്ഥവും നിർവചനവും പഠിച്ചു കഴിഞ്ഞു. സ്റ്റെപ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്, സംഘാടന പ്രക്രിയയിലെ നടപടികൾ പഠിച്ചു കഴിഞ്ഞു. സംഘാടനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സംഘടനാപരമായ ഘടന. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദി ബേസിക് ഫ്രെയിംവർക്ക് within which the members of an enterprise work together to achieve the common objective. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചട്ടക്കൂടാണ്. ആ ചട്ടക്കൂടിനകത്താണ് ദി മെമ്പേഴ്സ് ഓഫ് എൻ എൻ്റർപ്രൈസ് വർക്ക് ടുഗദർ ടു അച്ചീവ് ദി കോമൺ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിലെ അംഗങ്ങൾ, സ്ഥാപനത്തിലെ ജീവനക്കാർ, അവർ ഒന്നായിട്ട് ജോലി ചെയ്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി സ്ഥാപനത്തിലെ ജീവനക്കാർ ഒന്നായിട്ട് ജോലി ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചട്ടക്കൂടിനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് സ്പെസിഫൈസ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ അധികാര ഉത്തരവാദിത്ത ബന്ധത്തെ വ്യക്തമാക്കുന്നു. ഇറ്റ് സ്പെസിഫൈസ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൽ മേധാവി ജീവനക്കാരൻ തമ്മിലുള്ള ബന്ധത്തെ ക്രമീകരിക്കുന്നു ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അടുത്തതായിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉള്ളത് എന്ന് പരിശോധിക്കാം. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്. The organization structure can be classified into 2 types. സംഘടനാപരമായ ഘടനയെ 2 വിഭാഗങ്ങളായി തരംതിരിക്കാൻ കഴിയും. ഏതൊക്കെയാണവ? ഫസ്റ്റ് ഫങ്ഷണൽ സ്ട്രക്ചർ, സെക്കൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. നമുക്ക് 1-ാമത്തെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് പരിശോധിക്കാം. Functional structure refers to the structure in which different departments are created on the basis of the major functions performed in the organization. സംഘടനയിൽ അഥവാ സ്ഥാപനത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആണോ ഓരോ വിഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്ന ചട്ടക്കൂടാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു ഡിഫറൻറ്റ് ഡിവിഷൻസ്. ഓരോ വിഭാഗവും വീണ്ടും ചെറിയ ചെറിയ ഡിവിഷൻസ് ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഈ ഘടനയിൽ എന്ന് മനസ്സിലാക്കുക. ഈ ഘടന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തരംതിരിവായിരിക്കും.
അതായത് സ്ഥാപനത്തിന് പൊതുവെ ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക? സാധാരണയായി പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, പേഴ്സണൽ, ഇതാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ വിഭാഗങ്ങളാക്കുകയും ആ വിഭാഗങ്ങളെ വീണ്ടും ഡിവിഷൻസ് ആക്കി തരംതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ സൂചനയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഫോർ എക്സാമ്പിൾ, എ മാനുഫാക്ചറിംഗ് കൺസേൺ വിൽ ഹാവ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, personal department, etc. And the marketing department can be further divided into sections or divisions such as sales section, marketing research section, advertising section, etc. ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഘടന അഥവാ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചിത്രീകരണം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ചിത്രീകരണമാണിത്. ഏറ്റവും മുകളിലായി മാനേജിംഗ് ഡയറക്ടർ, അയാൾക്ക് കീഴിൽ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള തരംതിരിവ്, പ്രൊഡക്ഷൻ വിഭാഗം, ഫൈനാൻസ് വിഭാഗം, മാർക്കറ്റിംഗ് ആൻഡ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ മാനേജർമാർ മാനേജിംഗ് ഡയറക്ടർക്ക് കീഴിൽ ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ മാനേജർ, ഫൈനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പേഴ്സണൽ മാനേജർ. ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ ആണെങ്കിൽ ചിലപ്പോൾ പർച്ചേസ് വിഭാഗമുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ ഒക്കെ ഉണ്ടാവാം. ഇതിലെ മാർക്കറ്റിംഗ് വിഭാഗം പരിശോധിച്ച് മാർക്കറ്റിംഗ് മാനേജർക്ക് കീഴിൽ ഡിഫറൻറ്റ് സെക്ഷൻസ് ഓർ ഡിവിഷൻസ് കാണാൻ വേണ്ടി കഴിയും. അഡ്വർടൈസിംഗ്, സെയിൽസ്, കസ്റ്റമർ സർവീസ്, മാർക്കറ്റിംഗ് റിസർച്ച്. ഈ ഒരു തരംതിരിവിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോട്ട് എഴുതുന്ന അവസരത്തിൽ നോട്ടിൽ വരച്ചു വയ്ക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ്, ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് ദി സിംപ്ലസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് പ്രിവലൻറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഏറ്റവും ലളിതമായിട്ടുള്ളതും ധാരാളമായിട്ട് കാണപ്പെടുന്നതുമായിട്ടുള്ള ഒരു സംഘടനാപരമായ ഘടനയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് അധിക സ്ഥാപനങ്ങളിലും ഇത്തരം ഘടനയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. സെക്കൻഡ്ലി, അണ്ടർ ഫങ്ഷണൽ സ്ട്രക്ചർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു സെക്ഷൻസ്. നമ്മൾ ആ ചിത്രീകരണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ പല സെക്ഷൻസ് ആക്കിയിട്ടും തരംതിരിച്ചിട്ടുണ്ട്. Thirdly, functional structure is suitable where the size of the operations is very large and there are various activities. സ്ഥാപനങ്ങളുടെ വലുപ്പം വളരെ കൂടുതലാണെങ്കിൽ, അതായത് വൻകിട സ്ഥാപനങ്ങളാണെങ്കിലും അവയുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തവും ആണെങ്കിൽ അത്തരം സംഘടനകൾക്ക് ഈ ഘടനയാണ്, ഫങ്ഷണൽ സ്ട്രക്ചർ രൂപമാണ് ഏറ്റവും അനുയോജ്യം. ഇതാണ് മൂന്നാമത്തെ പ്രത്യേകത. ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. നെക്സ്റ്റ്,
അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ നേട്ടങ്ങൾ, ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ, ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ, ഗുണങ്ങൾ. ഫസ്റ്റ്, സ്പെഷ്യലൈസേഷൻ. Under functional structure, an employee is required to perform the same job within a department regularly. ഈ ഘടനയിൽ ഒരു ജീവനക്കാരൻ ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ആ ജോലി തുടർച്ചയായി അയാൾ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ലീഡ് ടു സ്പെഷ്യലൈസേഷൻ. പല സ്ഥലങ്ങളിലും നമ്മൾ മുൻപേ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കപ്പെടും? സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കപ്പെടും. കുറഞ്ഞ ചെലവിലൂടെ കൂടുതൽ കാര്യക്ഷമത സ്ഥാപനത്തിന് നേടിയെടുക്കുവാൻ കഴിയും എന്നതാണ് സ്പെഷ്യലൈസേഷൻ്റെ പ്രധാനപ്പെട്ട നേട്ടം. സ്പെഷ്യലൈസേഷൻ എന്താണെന്ന് ഞാൻ ഇതിൻ്റെ 1ാമത്തെ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. 2ാമത്തെ അധ്യായം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലും പറയുന്നുണ്ട്. നെക്സ്റ്റ്, കോർഡിനേഷൻ. സിൻസ് ദി വർക്കേഴ്സ് പെർഫോം സിമിലർ ജോബ്സ്, ഇറ്റ് ബിക്കം വെരി ഈസി ടു കോർഡിനേറ്റ് ദിയർ ആക്ടിവിറ്റീസ്. തൊഴിലാളികൾ സിമിലർ ജോബ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏകീകരിക്കുവാൻ വളരെ എളുപ്പമാണ്. എല്ലാ ദിവസവും ചെയ്യുന്നത് ഒരേപോലെയാണ്. അപ്പോഴേ ഏകീകരിക്കുക എന്നത് വിഷമമുള്ള ഒരു പരിപാടിയായി മാറുന്നില്ല. എളുപ്പത്തിൽ ചിലവ് കുറച്ചുകൊണ്ട് ഏകീകരണം സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ 2ാമത്തെ നേട്ടം. Thirdly, increasing managerial efficiency. Functional structure helps in increasing managerial and operational efficiency. This leads to increase in profits. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ? മാനേജീരിയൽ പ്രവർത്തനങ്ങളിലും സാധാരണ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. കാരണം സാധാരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ്? നേരത്തെ നമ്മൾ 1ാമതായിട്ട് മനസ്സിലാക്കിയ സ്പെഷ്യലൈസേഷൻ വഴി കാര്യക്ഷമത കൂടുമല്ലോ. മാനേജീരിയൽ കാര്യക്ഷമത എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം തുടർച്ചയായി ശ്രദ്ധിക്കുമ്പോൾ ആ മാനേജറുടെ കാര്യക്ഷമത കൂടുന്നില്ലേ? മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ മാത്രം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാര്യക്ഷമത മെച്ചപ്പെടും. ഈ കാര്യക്ഷമത മെച്ചപ്പെടൽ എന്തിലേക്ക് നയിക്കപ്പെടും? സ്ഥാപനത്തിൻ്റെ ലാഭം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ്, ഫോർത്ത്, എക്കണോമിക്കൽ. ഫങ്ഷണൽ സ്ട്രക്ചർ ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ദിസ് ലീഡ്സ് ടു എക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് മിനിമം കോസ്റ്റ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഒരാൾ തുടർച്ചയായി അതേ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടുത്ത ആൾ മറ്റൊരു ജോലി. അപ്പോൾ ഇവിടെ ഒരിക്കലും തന്നെ ഡ്യൂപ്ലിക്കേഷൻ നടക്കില്ല. വർക്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഒരു വേസ്റ്റേജ് ആണ്. അത്തരം ഒരു വേസ്റ്റേജ് ഫങ്ഷണൽ സ്ട്രക്ചർ സംജാതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കപ്പെടാം?
എക്കണോമീസ് ഓഫ് സ്കെയിൽ, വൻകിടമായിട്ട് വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സാമ്പത്തിക നേട്ടത്തിലേക്കും അതോടൊപ്പം തന്നെ ചിലവ് കുറയുന്നതിലേക്കും നയിക്കപ്പെട്ടേക്കാം. എങ്ങനെയാണ് വൻതോതിലാകുന്നത്? സ്പെഷ്യലൈസേഷൻ വഴി ഉൽപാദനം വൻതോതിലായി മാറും. വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം? ഉൽപാദന ചിലവ് പെർ യൂണിറ്റ് ഏറ്റവും കുറവായിരിക്കും. കാരണം ഉൽപാദനത്തിൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് എണ്ണത്തെ ആശ്രയിച്ച് വ്യത്യാസം വരുന്നതാണ്. എന്നാൽ ഫിക്സഡ് കോസ്റ്റ് 1,00,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 2,00,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും എന്തിന് 5,00,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോഴേ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാകുമ്പോൾ, എണ്ണം കൂടുമ്പോൾ ഉൽപാദന ചിലവ് കുറയില്ലേ? അങ്ങനെ കോസ്റ്റ് ചിലവ് ലഘൂകരിക്കാൻ വേണ്ടി കഴിയില്ലേ? അതോടൊപ്പം തന്നെ ഉൽപാദനത്തിൻ്റെ അളവ് കൂടുമ്പോൾ ധാരാളം അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങും. വൻതോതിലായിരിക്കും അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങുക. അപ്പോൾ പല ആനുകൂല്യങ്ങളും അസംസ്കൃത പദാർത്ഥങ്ങൾ വിൽക്കുന്നവർ ഈ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തിന് നൽകും. എന്തൊക്കെയാണ്? ക്യാഷ് ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് മുതലായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. ഇതൊക്കെ ചിലവിനെ കുറക്കും. വൻതോതിൽ വ്യാപാരം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന സാമ്പത്തിക നേട്ടങ്ങളാണ് ഇതൊക്കെ. ഫിഫ്ത്ത്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അധികാര കൈമാറ്റത്തെ സൗകര്യപ്പെടുത്തുന്ന ഒന്നാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. These are the advantages of functional structure. ഇനി നമുക്ക് ഇതിൻ്റെ പരിമിതികൾ അഥവാ ന്യൂനതകൾ, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓർ ഡ്രോബാക്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫസ്റ്റ്, ഹിൻഡ്രൻസ് ഇൻ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ തടസ്സം. അണ്ടർ ഫങ്ഷണൽ സ്ട്രക്ചർ, മോർ എംഫസിസ് ഈസ് ഗിവൺ ഓൺ അച്ചീവിംഗ് ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ്സ് rather than on overall organizational objectives. Hence, organizational objectives may not be achieved. സാധാരണയായി ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റൽ ഒബ്ജക്റ്റീവ്സിലാണ്. അതായത് ഓരോ വിഭാഗത്തിൻ്റെ ലക്ഷ്യങ്ങളിലാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളിലും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെ ലക്ഷ്യങ്ങളിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടിയ ശ്രദ്ധ ഈ ഡിപ്പാർട്ട്മെൻ്റൽ ഒബ്ജക്റ്റീവ്സിലേക്കും ഡിപ്പാർട്ട്മെൻ്റൽ മാനേജർമാർ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് എന്തിന് തടസ്സം നേരിടുന്നു? സംഘടനാപരമായിട്ടുള്ളൊരു വിശാല ലക്ഷ്യമുണ്ട്. സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അത് നേടിയെടുക്കാൻ കഴിയാതെ വരുന്നു എന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിമിതിയാണ്. ഹിൻഡ്രൻസ് ഇൻ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ ഡിപ്പാർട്ട്മെൻ്റൽ ഒബ്ജക്റ്റീവ്സ്. Hence, organizational objectives may not be achieved.
This is an important disadvantage of functional structure. ഇനി നമുക്ക് അടുത്ത ന്യൂനത എന്താണെന്ന് പരിശോധിക്കാം. ഇൻഇഫക്റ്റീവ് കോർഡിനേഷൻ. നേരത്തെ നമ്മൾ അഡ്വാൻറ്റേജിൽ കോർഡിനേഷൻ നേട്ടമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ കോർഡിനേഷൻ ഏതായിരുന്നു? തൊഴിലാളികളുടെ വർക്ക് സംബന്ധമായിട്ടുള്ള ഏകീകരണമാണ് എളുപ്പമാകുന്നത്. എന്നാൽ ഇവിടെയോ എസ്റ്റാബ്ലിഷിംഗ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഫങ്ഷണലി ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ബിക്കം വെരി ഡിഫിക്കൽട്ട്. വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനത്തിലുള്ള ഏകീകരണം ഈ സംഘടനയിൽ വളരെ വിഷമമാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് തൊഴിലാളികൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ എളുപ്പമാണ്. അത് ശരിയാണ്. എന്നാൽ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ അഥവാ ഏകീകരിക്കുവാൻ വളരെ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അവയുടെ പ്രവർത്തനങ്ങൾ തമ്മിൽ ഏകീകരിക്കുവാൻ ഇവിടെ വിഷമമാണ്. കാരണം ഓരോരോ വിഭാഗവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകീകരണം വിഷമം പിടിച്ചുള്ള ഒരു പരിപാടിയായി മാറുന്നു എന്നതാണ് രണ്ടാമത്തെ പരിമിതി. തേർഡ്, മാനേജേഴ്സ് മേ ട്രൈ ടു ബിൽഡ് ദിയർ ഓൺ ഫങ്ഷണൽ എംപയേഴ്സ് ലീഡിങ് ടു കോൺഫ്ലിക്ട്സ്. മാനേജർമാർ അധികവും പ്രൊഡക്ഷൻ മാനേജർ ആയാലും ശരി, മാർക്കറ്റിംഗ് മാനേജർ ആയാലും ശരി, അവർ എന്തു ചെയ്യുന്നു? ബിൽഡ് ദിയർ ഓൺ ഫങ്ഷണൽ എംപയേഴ്സ്. ഇതിൻ്റെ ചട്ടക്കൂടിൽ ഒരു സാമ്രാജ്യം പോലെ അവർ അവരുടെ വിഭാഗത്തെ മാറ്റുന്നു. ലീഡിങ് ടു കോൺഫ്ലിക്ട്സ്. അതെന്തിലേക്ക് നയിക്കപ്പെടാം? ആശയപരമായ സംഘട്ടനത്തിലേക്ക് നയിക്കപ്പെടാം, കോൺഫ്ലിക്ട്സിലേക്ക് നയിക്കപ്പെടാം. ഇത് പരിമിതിയാണ്. സ്ഥാപനത്തിൻ്റെ നല്ല നടത്തിപ്പിന്, നല്ല അന്തരീക്ഷത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പരിമിതി. അതായത് മാനേജർമാർ തമ്മിൽ ഈഗോ ക്ലാഷ്, അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, ഇവയൊക്കെ ചിലപ്പോൾ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാം. അത് പ്രധാനപ്പെട്ട ന്യൂനതയാണ്. Fourthly, functional specialization restricts the development of managers with all-round capabilities. മാനേജർമാരുടെ സർവോന്മുഖമായ കഴിവിനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അഥവാ നിയന്ത്രിക്കുന്നു. കാരണം പ്രൊഡക്ഷൻ മാനേജർ എപ്പോഴും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അയാൾക്ക് ഏറ്റവും നല്ല കാര്യക്ഷമത ഉണ്ടെങ്കിൽ പോലും അയാളുടെ ആ കാര്യക്ഷമതയെ സ്ഥാപനത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഇവിടെ കഴിയുന്നില്ല. അഥവാ സ്ഥാപനത്തിൻ്റെ തൻ്റെ വിഭാഗമല്ലാത്ത മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇവിടെ ഡിപ്പാർട്ട്മെൻ്റൽ മാനേജർമാർക്ക് കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു പരിമിതി. ഇത്രയും പരിമിതികളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഫങ്ഷണൽ സ്ട്രക്ചറിന് ഉള്ളത്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം നൽകുകയാണ്, ശ്രദ്ധിക്കുക. ഇന്നലെ കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ലൈവ് ചാറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കുക. ദി ഗ്രൂപ്പിംഗ് ഓഫ്
activities in organizing is known as dash. ചോദ്യം മനസ്സിലായില്ലേ? ദി ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഓർഗനൈസിംഗ് ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ് അവിടെ ചേർക്കേണ്ട പദം? അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻ്റ് ബോക്സിൽ സംശയം ചോദിക്കാവുന്നതാണ്. മറുപടി നൽകും. നന്ദി.